സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ അതിഥിയായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മൾ ഇന്നിപ്പോൾ ഈ നമ്മുടെ വിദേശ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, ഇന്റർനാഷണൽ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ ഗാസയിൽ നിന്ന് ഹമാസ് പിന്മാറുന്നു, അവർ ആയുധം താഴെ വയ്ക്കുന്നു. അവർ അമേരിക്ക ഉണ്ടാക്കിയ ഉടമ്പടി, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി പ്രകാരമാണ് അവർ ആയുധം താഴെ വയ്ക്കുന്നത്. 14 ദിവസത്തിനകത്ത് പൂർണ്ണമായി അവർ ആയുധം താഴെ വയ്ക്കും എന്നാണ്. അത് പറഞ്ഞിരിക്കുന്നത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് എന്നാണ് വാർത്തകളിലൂടെ കേൾക്കുന്നത്. സർ, ഈ അവസരത്തിൽ ഇത്തരത്തിൽ ഈ ഒരു വാർത്ത വരുമ്പോൾ, കാര്യം മറ്റൊരു യുദ്ധമുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു യുദ്ധം നമ്മുടെ തൊട്ട് മുന്നിൽ പശ്ചിമേഷ്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ട്രംപ് തന്നെ പറയുമ്പോൾ അതിനകത്ത് എന്താണ് സാർ? അതിനകത്ത് നമുക്ക് ട്രംപിന്റെ പ്രസ്താവനയിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? അദ്ദേഹം തന്നെ പറയുമ്പോൾ പറഞ്ഞത് സംഗതി ശരിയാണ്. ട്രംപിന്റെ ഏത് പ്രസ്താവനയും നമ്മൾ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ. ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് യാതൊരു വിശ്വാസ്യതയുണ്ടാകും. രണ്ടാമത്തത്, അദ്ദേഹം അതിനകത്ത് മാത്രമാണ് കൺസിസ്റ്റൻസി, അതായത് ഒരു സ്ഥിരതയുള്ളത്. എന്നുവെച്ചാൽ അദ്ദേഹം ഒരു ബിസിനസ് മാനാണ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, പ്രൈമറിലി ബിസിനസ്. അപ്പൊ ഇതിനകത്ത് ട്രംപിന്റെ ബിസിനസ് താല്പര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട്. കാരണം ഇവിടെ ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കി, അതായത് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് പകരമായിട്ടൊരു സംവിധാനം എന്ന സ്വപ്നത്തിലേക്കാണ് ഈ ബോർഡ് ഓഫ് പീസൊക്കെ ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കി. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ വിവിധ രാജ്യങ്ങളോടൊക്കെ ഇതിലേക്ക് സംഭാവന ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് ഒരു അമേരിക്ക അതിനകത്ത് $10 കോടി ഇട്ടു, $10 ബില്യൺ ഇട്ടു. അതേപോലെ ഗൾഫ് രാജ്യങ്ങളിലുള്ള $5 കോടി ഇട്ടു. $5 ബില്യൺ. പിന്നെ UN എല്ലാം കൂടെ ഒരു $17 ബില്യൺ ഇതിനകം തന്നെ സമാഹരിക്കും. അപ്പൊ വരുന്ന 10 വർഷം കൊണ്ട് $71 ബില്യൺ വികസനമാണ്, റീകൺസ്ട്രക്ഷനാണ്, പുനർനിർമ്മാണമാണ് ഗാസയിൽ ഉദ്ദേശിച്ചത്. അതിനകത്ത് ഈ ആദ്യ 18 മാസത്തിനകത്തേക്ക് 26-27 ബില്യൺ ധനം ആവശ്യമുണ്ട്. അതിൽ $17 ബില്യൺ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ $17 ബില്യൺ ആയിട്ടുണ്ട്. മാത്രമല്ല, ഗാസയിൽ ഈ നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ, NCAG, അവര് അതിന്റെ പ്രാഥമികമായ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് റബിൾസ് അത് പൊടിക്കുക, അതേപോലെ അവിടുത്തെ ഈ അവശിഷ്ടങ്ങൾ മാറ്റുക, ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ട്രംപിന്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം എന്ന് വെച്ചാൽ ഗാസ എന്ന് പറയുന്ന പുതിയ ഒരു സ്റ്റേറ്റിനെ നിർമ്മിക്കുകയാണ്. അപ്പൊ അവിടെ ഈ ട്രംപിന്റെ മകനും മരുമകന്റെയും ഒക്കെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിന്റെയൊക്കെ ഈ ചുമതല അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പൊ മനസ്സിലായല്ലോ ഈ ട്രംപിന്റെ ഈ സ്ഥിരതയുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത് ഗാസയിലെ കൺസ്ട്രക്ഷൻ. ഇപ്പൊ ഈ ഒരു ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെയാണ് ഈ ഹമാസ് പ്രഖ്യാപിച്ചിരുന്നത് തങ്ങൾ പിന്മാറാൻ തയ്യാറാണ്, അതായത് ആയുധങ്ങൾ വെക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ്. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ഇന്റർനാഷണൽ പീസ് അതോറിറ്റിയുടെ, അതായത് പാലസ്തീനിയൻ അതോറിറ്റിയുടെ മുമ്പാകെ തങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങും, അല്ലെങ്കിൽ ആയുധം കൈമാറാം എന്നാണ് പറഞ്ഞത്. അതിന്റെ ഒറ്റ കണ്ടീഷനാണ് വെച്ചിരിക്കുന്നത്, ഇസ്രയേൽ അവിടുന്ന് പിന്മാറും. അവിടുത്തെ ഈ ഇസ്രയേലിന്റെ അധീനതയിലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഏകദേശം 60% പ്രദേശം ഇപ്പോ ഇസ്രയേലിന്റെ ഒരു അധീനതയിലാണെന്ന് തന്നെ പറയാൻ. അപ്പൊ ഇസ്രയേലിന്റെ IDF-ന്റെ അധീനതയിലുള്ള സ്ഥലത്തിന്റെ അവിടെയാണ് യെല്ലോ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ യെല്ലോ ലൈനിൽ നിന്ന് ഇസ്രയേൽ പിന്മാറുകയും ഒക്കെ ചെയ്യണം എന്ന ഒരു ഉപാധിയുമുണ്ട് ഈ ഹമാസ്. അപ്പൊ ഹമാസ് അതിന്റെ അർത്ഥം, ഹമാസ് തീർച്ചയായിട്ടും ഈ ഗാസ സിറ്റി, അതിന്റെ ഈ പറഞ്ഞ പോലെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ ഹമാസ് ഒരു പക്ഷേങ്കിൽ ആയുധം പിൻവലിഞ്ഞിട്ട് അല്ലെങ്കിൽ ആയുധം സമർപ്പിച്ചിട്ട് അവർ പിൻവാങ്ങും. പക്ഷെ ഒരു കാരണവശാലും ഹമാസിന്റെ കയ്യിൽ നിന്ന് ഗാസയുടെ നിയന്ത്രണം ഈ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ പോലും ഈ പീസ് അതോറിറ്റിയുടെ കയ്യിലേക്ക് പോകാനുള്ള സാധ്യതയില്ല.
കാരണം ഹമാസിന്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് അവിടുത്തെ ഈ ഭരണ സംവിധാനത്തിൽ ഈ ഗാസയിലുള്ള ആൾക്കാരെ നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയൊക്കെ വെച്ചിട്ടാണ് പുതിയ സംവിധാനമൊക്കെ ഓടിക്കാൻ പോകുന്നത്, അല്ലാതെ പറ്റുകയില്ല. അപ്പൊ അതിൽ തന്നെ ഒരു നല്ല ശതമാനം അല്ലെങ്കിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഹമാസിന്റെ ആൾക്കാർ തന്നെയായിരിക്കും അതിനകത്ത് വരുന്നത്. രണ്ട്, ഈ ഗാസ എന്ന് പറയുന്നത് ഈ ഹമാസിന്റെ ലോകം എന്ന് പറയുന്നത് ഈ അധോലോകം, ശരിക്കുള്ള അധോലോകമാണ്. അതായത് ടണലുകളിലാണ് അവരുടെ സംവിധാനം വരുന്നത്. ഇപ്പോഴും ഗാസയുടെ അവിടെ പ്രദേശങ്ങളിൽ ടാക്സ് വിധിക്കുന്നതും അതേപോലെ ഈ ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള ഈ പിരിവുകളും മറ്റെല്ലാവിധ പിരിവുകളും നടത്തുന്നത് ഹമാസാണ്. ഹമാസിനെ അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇല്ലായ്മ ചെയ്യാനോ അല്ലെങ്കിൽ ഹമാസിനെ പിന്നെ പൂർണ്ണമായിട്ട് അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് ഗാസയെ മുക്തമാക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പൊ ഹമാസ് എന്തുകൊണ്ട് ഈ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാസ എന്ന് പറയുന്ന അവരുടെ ഭരണസ്ഥിരാകേന്ദ്രവും അവരുടെ പ്രധാനപ്പെട്ട ഇപ്പോഴും ഹമാസും അതേപോലെ തന്നെ ഐഡിയും, അതായത് ഇസ്രയേലിന്റെ ഡിഫൻസ്, ഇസ്രയേലിന്റെ സേനയും തമ്മിൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റോക്കറ്റ് ലോഞ്ച്, ഈ ഹമാസ് റോക്കറ്റ് ലോഞ്ച് ചെയ്യാറുണ്ട്, ഇസ്രയേൽ തിരിച്ചു പിടിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള സംഘർഷം, ഇപ്പൊ ഇസ്രയേലിന്റെ ആക്രമണം ഇപ്പോഴും ശക്തമായിട്ട് അവിടെ തുടരാൻ കാരണം. അപ്പോ ഇപ്പൊ ട്രംപ് നെതന്യാഹുവിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇനി ഇസ്രയേലിലെ പ്രശ്നങ്ങൾ ഗാസയിലെ പ്രശ്നങ്ങൾ വഷളാക്കാതെ ഇസ്രയേൽ ഉടനടി പിന്മാറിക്കൊള്ളണം എന്ന് ട്രംപ് ഇപ്പോ ഒരു അന്ത്യശാസനം പോലെ നമുക്ക് കേട്ടാൽ തോന്നുന്ന രീതിയിൽ കൊടുത്തിരിക്കുകയാണ് നെതന്യാഹു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസയുടെയും ഇന്റർനാഷണൽ പീസ് കമ്മിറ്റിയുടെയും പ്രവർത്തനങ്ങൾ അവിടെ സജീവമായിട്ട് കൊണ്ടുപോകും. എങ്കിൽ മാത്രമേ കൺസ്ട്രക്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇസ്രായേലിനടുത്ത് ഉടനടി പിന്മാറാൻ പറഞ്ഞത്. അപ്പൊ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇസ്രായേൽ എത്ര കണ്ട് ഈ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുമെന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. 2 ദിവസത്തിന് മുമ്പാണ് നമ്മൾ കണ്ടത് നെതന്യാഹു അമേരിക്കയിലുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഞങ്ങൾ രണ്ടും മച്ചാന്മാരാണ് എന്ന രീതിയിൽ വലിയൊരു സന്ദേശം കൊടുക്കുന്ന രീതിയിൽ നെതന്യാഹുവും ട്രംപുമായിട്ട് അമേരിക്കയിൽ വെച്ചിട്ട് അവർ സംസാരിക്കുകയും അവരുടെ നെതന്യാഹുവിന്റെ സകല നടപടികൾക്കും ട്രംപ് പിന്തുണ നൽകുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് നെതന്യാഹുവിനെ ശാസിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ അവിടെയാണ് പറയുന്നത് ട്രംപിന്റെ വാക്കുകളെ നമുക്ക് ഒരിക്കലും, ട്രംപിന്റെ നിലപാടുകളെയോ വാക്കുകളെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനി ഈ നെതന്യാഹുവും ട്രംപും തമ്മിൽ അറിഞ്ഞുകൊണ്ടുള്ള കളികളാണോ ഇത്? ആകാനാണ് കൂടുതൽ സാധ്യത. ഇതൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഈ ഗാസയിലെ അവിടുത്തെ ഈ ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കിയതാണെങ്കിലും അവിടത്തേക്കുള്ള ഫണ്ട് കളക്ഷൻ നടത്തുന്നതാണെങ്കിലും നിർമ്മാണത്തിനുള്ളത്, അതേപോലെ ഈ നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ NCAG-യുടെ രൂപീകരണത്തിലാണെങ്കിൽ എല്ലാം തന്നെ ട്രംപിന്റെ ഒരു നേട്ടമായിട്ടാണ് ട്രംപിനെ ഇത് കാണുന്നത്. അതേ സമയത്ത് ഇസ്രയേൽ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തമായ സംഗതിയുണ്ട്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷിതത്വമാണ് വലുത്. അതുകൊണ്ട് ഈ ഗാസയിലുള്ള ജനങ്ങളെ മുഴുവൻ തീർക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഒക്ടോബർ 2023 ഒക്ടോബർ 27 മുതൽ ഈ ഗാസയെ ആക്രമിച്ചു തുടങ്ങും. അത് ഏതാണ്ട് ഒരു പുറം ലോകം അതിന്റെ തോത് അറിഞ്ഞിട്ടില്ല എങ്കിലും 10,000-കണക്കിന് ആൾക്കാരുടെ കൊച്ചുകുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെയുള്ളവരുടെ കൊണ്ടുകൊണ്ട് ഒരു വംശഹത്യ തന്നെ അവിടെ നടത്തുകയുണ്ടായി. അപ്പൊ അതിന്റെ ഒരു നിലപാടിൽ നിന്നും ഇപ്പോഴും നെതന്യാഹു മാറിയതായിട്ട് നമുക്ക് കാണുന്നില്ല. മാത്രമല്ല ഇപ്പൊ ഏകദേശം 60% ഗാസയുടെ സ്ഥലങ്ങൾ ഇപ്പോഴും ഈ ഇസ്രായേലിന്റെ ഒരു നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇനി ട്രംപിന്റെ വാക്കുകൾ കേട്ടിട്ട്, കാരണം ഈ ട്രംപിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നതിന് നെതന്യാഹുവിന് പരിമിതികളുണ്ട്. കാരണം നെതന്യാഹു അവിടെ നിൽക്കാൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ നെതന്യാഹു ലക്ഷ്യം കാണുന്നതൊക്കെ ഈ സുരക്ഷിതത്വം ഉയർത്തിക്കാട്ടി താൻ കാണിക്കുന്ന ഈ പറഞ്ഞ പോലെ ഈ ഗാസയിലേക്കുള്ള യുദ്ധമാണെങ്കിലും ലബനനിലെ നടത്തുന്ന യുദ്ധമാണെങ്കിലും ഒക്കെ ഇത് ഉയർത്തിക്കാട്ടി ഈ ഇസ്രയേലികളുടെ അല്ലെങ്കിൽ ജൂതവംശങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു രക്ഷകനെന്ന പരിവേഷം സൃഷ്ടിച്ച് അവിടുത്തെ ഇസ്രായേൽ ജനതയുടെ
സമ്മതം നേടാനുള്ള ശ്രമമാണ് നെതന്യാഹു നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എത്രമാത്രം ഈ ട്രംപിന്റെ ആഹ്വാനം അവിടെ പ്രായോഗികമാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഒരു ആ ഒരു രീതിയിലേക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഈ പീസ് കമ്മിറ്റിയുടെയും അതേപോലെ ഈ NCAG-യുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു തുടങ്ങിയ സാഹചര്യത്തിൽ ഈ ഹമാസ് ആയുധം അവർക്ക് പാലസ്തീൻ അതോറിറ്റിക്കാണ് അതവരുടെ മുമ്പിലാണ് ഇപ്പോൾ സറണ്ടർ ചെയ്യുന്നത്. അപ്പൊ ആ നിലയ്ക്ക് ഒരു താൽക്കാലികമായ ഒരു വെടിനിർത്തലുകളും അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയൊക്കെ ഗാസയിൽ ഒഴിവാകാനുള്ള സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. കാരണം എങ്കിൽ മാത്രമേ അവിടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തന്ത്രപരമായ ഒരു നീക്കമായിട്ടാണ് നമുക്ക്. കാരണം ആ നഗരം അല്ലെങ്കിൽ ഗാസയുടെ ഈ തകർന്നുപോയ സംഗതികളെല്ലാം പുനഃസൃഷ്ടിക്കേണ്ടതുണ്ട്. അത് പുനഃസൃഷ്ടിക്കുന്നതോട് കൂടി തന്നെ ഒരു പുതിയ രൂപത്തിലേക്ക് ഹമാസ് ഇപ്പോഴും അവിടെ നിയന്ത്രണത്തിലാണ്. ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു പാലസ്തീൻ അതോറിറ്റിക്കോ അതല്ലെങ്കിൽ പിന്നെ ഈ NCAG-ക്കോ ഒന്നും അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റും. അപ്പൊ ഹമാസിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഈ ഗാസയുടെ പുനർനിർമ്മാണം നടത്തുക, അതിനുശേഷം ഈ ഗ്രാജുവലി നിർമ്മാണം നടത്തിക്കൊണ്ട് തന്നെ ഗാസയുടെ ആ ഒരു മാറ്റത്തിന്റെ സമീപനമാണ് ഈ ഹമാസ് പ്രത്യേകിച്ച്. അതുകൊണ്ടാണ് ഈ ആയുധങ്ങൾ ഇസ്രായേലിന് മുമ്പിൽ കൈമാറാൻ തയ്യാറല്ല. പക്ഷെ പാലസ്തീൻ അതോറിറ്റിയുടെ മുമ്പിലേക്ക് നമ്മൾ അവർ അടിയറ വയ്ക്കാൻ തയ്യാറാണെന്ന് പറയാനില്ല. അതോടൊപ്പം തന്നെ ട്രംപിനും അത് തന്നെയാണ് വേണ്ടത്. കാരണം കൺസ്ട്രക്ഷൻ ആണ് ട്രംപിന്റെ താല്പര്യം. അപ്പൊ കൺസ്ട്രക്ഷൻ നടക്കുകയും ഈ പറഞ്ഞതുപോലെ ഈ 10 വർഷം കൊണ്ടുള്ള $71 ബില്യൺ വർക്കിന്റെ ഭൂരിഭാഗവും ഒരു പ്രത്യേകിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഈ ട്രംപിന്റെ മകനും മരുമകനും ഒക്കെ ചേർന്നിട്ടുള്ള കമ്പനികളെ. കാര്യം അവർക്കും ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ അപ്പൊ ഇസ്രയേലിന്റെയും പിന്തുണയില്ലാതെ അല്ലെ ഇസ്രയേലിന്റെ ഈ പറഞ്ഞതുപോലെ ഒരു പട്ടാളത്തിന്റെ അല്ലെങ്കിൽ സുരക്ഷിതത്വ ഒരു സഹായം ഇല്ലാതെ അവർക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ കോൺട്രാക്ടുകൾ ഈ അവിടുത്തെ പുനർനിർമ്മാണത്തിന്റെ കോൺട്രാക്ടുകൾ മിക്കതും ഈ ട്രംപിന്റെ മകനിലേക്കും മരുമകനിലേക്കും എത്തിച്ചേരാനുള്ള സാധ്യതയുമാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഇസ്രയേലിൽ ഇപ്പം നെതന്യാഹുവിന്റെ ആൾക്കാരുണ്ടാവാം, അതല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെയുള്ള ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ കോൺട്രാക്ട് കമ്പനികൾ ഉണ്ടാകാം. ആ കമ്പനികളുടെ ചുക്കാൻ പിടിക്കുന്നത് ഒരു പക്ഷേങ്കിൽ ഈ പറഞ്ഞതുപോലെ ജൂത വംശജരായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മൾ കാണാത്ത വശങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അമേരിക്കയുടെ ഫിലോസഫി എന്താണ്? സംഘർഷമില്ലാത്ത സ്ഥലങ്ങളിൽ സംഘർഷം സൃഷ്ടിക്കുക, സംഘടന ഉണ്ടാക്കുക, ആയുധത്തിന് വിപണി ഉണ്ടാക്കുക. ഇതാണ് അമേരിക്കയുടെ അവരുടെ ഒരു ഗ്ലോബൽ പോളിസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡീപ് സ്റ്റേറ്റിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ ഗാസ വാർ തുടങ്ങിയതിനു ശേഷം, അല്ല യുക്രൈൻ വാറും ഗാസ വാറും തുടങ്ങിയതിനു ശേഷം അവരുടെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണ കമ്പനിയായ ലോക്ക്ഹീഡിന്റെ ആയുധ വിൽപ്പന റവന്യൂലെ ഒരു ലാഭത്തിന്റെ ലാഭം എനിക്കൊന്ന് 4%. അമേരിക്കയുടെ GDP-യുടെ അമേരിക്കയുടെ GDP-യുടെ 0.4% ആണ് അവരുടെ ലാഭത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലൊക്കെ ഒരുപാട് നേട്ടങ്ങളാണ് അമേരിക്കൻ ഈ ആയുധ കമ്പനികൾ ഇത് ലോക്ക്ഹീഡിന്റെ മാത്രമാണ്. ലോക്കിൽ ഏറ്റവും വലിയ കമ്പനിയായിട്ടാണ് അത് മാത്രം പറയുന്നത്. അതുപോലെ അവിടുത്തെ ആയുധ കമ്പനികളുടെ എല്ലാം തന്നെ അവരുടെ വിറ്റുവരവും ലാഭവും ഇക്കരത്ത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അവരുടെ അമേരിക്കയുടെ താല്പര്യം. അതിന് അവർ ഉപയോഗിക്കുന്ന സംഗതികളാണ് ഹ്യൂമൻ റൈറ്റ്സ്, ലോക സമാധാനം, അതേപോലെ തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ, ഇങ്ങനെയുള്ള സംഗതികൾ ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം നടത്തുകയും ചെയ്തത്. അതിനകത്തൂടെ ഈ പറഞ്ഞ ട്രംപ് വന്നപ്പോഴത്തേക്കാണ്, ട്രംപ് വന്നതിന് ശേഷമാണ് ഈ പ്രസിഡന്റിന്റെ താല്പര്യം. ഇപ്പൊ അമേരിക്കയും മറ്റ് രാജ്യങ്ങളും തമ്മിലല്ല കരാറുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ പല കരാറുകൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും. അമേരിക്കയും മറ്റ് രാജ്യങ്ങളും തമ്മിലല്ല കരാറുകൾ ഉണ്ടാക്കുന്നത്, ട്രംപും മറ്റ് രാജ്യങ്ങളുമാണ്. ഇപ്പൊ അമേരിക്കയും റഷ്യയും തമ്മിലല്ല സംസാരിക്കുന്നത്, ട്രംപും റഷ്യയും തമ്മിലാണ്, ട്രംപും ഇന്ത്യയും തമ്മിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ ഈ ഭരണവും രാഷ്ട്രീയവും ഒക്കെ ഇപ്പൊ ട്രംപിന്റെ വരവോടുകൂടി മാറിയിട്ട് വന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഹമാസും വളരെ പ്രായോഗികമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. കാരണം ഗാസയുടെ പുനർനിർമ്മാണം ആവശ്യം.
രണ്ട്, ട്രംപിനും ഇത് ആവശ്യമാണ്. ആ പുനർനിർമ്മാണം നടക്കുന്നതിലൂടെ തന്റെ കുടുംബത്തിനുണ്ട് ഈ പറഞ്ഞതുപോലെ ബില്യൺസോ ട്രില്യൺസോ ഡോളേഴ്സ് എത്തും എന്നുള്ളത്. ഇതാണ് ഇപ്പൊ ഇതിന്റെ പിന്നിൽ നമുക്ക് വായിക്കാനുള്ളത്. ഇതിനിടയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ താല്പര്യവും ട്രംപിന് സംരക്ഷിക്കേണ്ടി വരും. അപ്പൊ പരസ്യമായിട്ട് നെതന്യാഹുവിനെ ശാസിച്ചു കഴിഞ്ഞാൽ തന്റെ പിന്തുണ നെതന്യാഹുവിനില്ല. അപ്പൊ നെതന്യാഹു അവിടെ നടത്തുന്ന വെടിവെപ്പുകളും മറ്റുമൊക്കെ അത് ഇസ്രായേലിന്റെ താല്പര്യങ്ങളെയും നെതന്യാഹുവിന്റെ താല്പര്യപ്രകാരമാണ് നടത്തുന്നതെന്നുള്ള ഒരു ധാരണയും പുറത്ത് സൃഷ്ടമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഗതികളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇതൊക്കെയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നും അനുമാനിക്കാവുന്നത്. സാർ, അപ്പോൾ ഫലത്തിൽ ഈ ഇപ്പോൾ നടക്കുന്ന ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ ശരിക്കും ആരാണ് പിന്നിലോട്ട് നിൽക്കുന്നത് എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് അറിയാം, അതായത് പശ്ചിമേഷ്യൻ. അപ്പോൾ അതിനെയൊക്കെ മൂടി വയ്ക്കാൻ കൂടി വേണ്ടിയല്ലേ സാർ ഇത്തരത്തിലൊരു നമ്പർ സ്വയം ഇറക്കി സ്വയം അങ്ങനെ? അദ്ദേഹം എപ്പോഴും അങ്ങനെയാണല്ലോ, സ്വയം. അതെ, അവിടെ അതായത് ഇപ്പൊ ഈ നെതന്യാഹുവിനെ ശാസിക്കുമ്പോൾ അദ്ദേഹം സമാധാനത്തിന്റെ പക്ഷത്തായില്ലേ? ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ തൊപ്പിയിലാകും എന്നുള്ള ധാരണയും. അതെ, അദ്ദേഹത്തിന് ഒരു പേരും ആവും, ഒരു ക്രെഡിറ്റും കൂടെ ആവും. അതെ അതെ, അത് ഈ അവസരത്തിലാകുമ്പോൾ എന്തായാലും പുള്ളിക്ക് ലോകരാഷ്ട്രങ്ങളുടെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കണമെന്ന് മാത്രമേ. അപ്പൊ അതിനുവേണ്ടി ഈ പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ് ഈ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് തന്നെ പുള്ളി തന്നെ യുദ്ധം തുടങ്ങുകയും ഇപ്പൊ ഇറാനും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ വർഷം ജൂണിലുണ്ടായ യുദ്ധം, ആ യുദ്ധം അവസാനിപ്പിച്ചതും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചതും പുള്ളിയുടെ തൊപ്പിയിലൊരു തൂവലാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊന്നും ഈ പറഞ്ഞ ലോകം ജനത പോലും വലിയ പ്രാധാന്യം നൽകാത്ത ഒരു അവസ്ഥയിലേക്ക്. ഏതായാലും വിഷയത്തിൽ തുടർന്നുള്ള അപ്ഡേഷൻ നമുക്ക് തുടർന്നും ഇരിക്കാം. വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു സാർ.